നമ്മൾ ഒരു 3.5 പതിറ്റാണ്ടോളം ക്യാൻസർ രോഗികളുമായിട്ടും അവരുടെ ബന്ധുക്കളുമായിട്ടും അവരുടെ സഹായികളുമായിട്ട് ഇടപെടുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ക്യാൻസർ സെൻ്ററിൽ. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു നേട്ടമെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറാൻ സഹായിച്ചു, ജീവിത വീക്ഷണം മാറ്റാൻ സഹായിച്ചു. സാധാരണ നമ്മളെല്ലാവരും കാണുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നെഗറ്റീവാണ്. ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിഷേധാത്മകമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാഴ്ചപ്പാട് ജീവിതത്തെക്കുറിച്ച് എന്താ, വളരെ നെഗറ്റീവാണ്. മിക്കവാറും ഉള്ളവരുടെ എല്ലാം മോശപ്പെട്ട ജീവിതമാണ്, ചുറ്റുപാട് മോശമാണ്, മനുഷ്യർ നല്ലവരല്ല. കാണുന്ന യുദ്ധം കാണുന്നു, അക്രമം കാണുന്നു, പിടിച്ചുപറി കാണുന്നു, ബലാത്സംഗം കാണുന്നു, ചതി കാണുന്നു, വഞ്ചന കാണുന്നു. ഉപരിയായിട്ട് ഈ മതപരമായ സ്പർദ്ധ, ജാതീയമായ സ്പർദ്ധ ഒക്കെ തന്നെ ജീവിതം ഈ ഭൂമി എന്ന് പറഞ്ഞ് ജീവിക്കാൻ കൊള്ളാത്ത ഒരിടമാണ് എന്ന് നമ്മൾ ധരിച്ചു വശാവുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. പക്ഷേ അതിനുപരിയായി മറ്റൊരു ജീവിതമുണ്ട്. ജീവിതത്തിൽ നമ്മളെപ്പോഴും മോശമെന്ന് കരുതുന്ന പലരും നന്മയുടെ നക്ഷത്രങ്ങളാണെന്ന് പലപ്പോഴും നമുക്ക് ബോധ്യപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട്. അത്തരം ഒരുപാട് സന്ദർഭങ്ങൾക്ക്, അത്തരം ഒരുപാട് നിമിഷങ്ങൾക്ക് സാക്ഷിയാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ക്യാൻസർ സെൻ്ററിലെ 35 വർഷത്തോളമുള്ള ജീവിതം കൊണ്ട് ഞാൻ നേടിയ പ്രധാന നേട്ടം. അതായത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എല്ലാവരുടെ നന്മയുണ്ട്. നന്മയുടെ നക്ഷത്രങ്ങൾ മനുഷ്യൻ്റെ ഉള്ളിൽ അഗാധങ്ങളിൽ കിടപ്പുണ്ട്. അത് നമുക്ക് തേച്ചു മിനുക്കിയെടുക്കാൻ, അതിനെ പൊലിപ്പിച്ചെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു അത്ഭുതമാണ്. അതുകൊണ്ട് എല്ലാവരെയും നെഗറ്റീവായിട്ട് കാണാതെ, നിഷേധാത്മകമായി കാണാതെ, ജീവിതത്തെ കുറച്ചുകൂടെ പോസിറ്റീവായി സമീപിക്കാനും ജീവിതത്തിന് അർത്ഥം കണ്ടെത്താനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ജീവിത വീക്ഷണം മാറി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞ രോഗികളുമായും അവരുടെ ബന്ധുക്കളുമായുള്ള നിരന്തരമായ ഇടപെടലുകൾ കൊണ്ട് സാധിച്ച കാര്യം. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാം, ഈ പ്രത്യേക ക്യാൻസറിനെ കുറിച്ച് പറയാം, ക്യാൻസർ എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് മരണത്തിൻ്റെ പര്യായമാണ്, അല്ലെങ്കിൽ മരണത്തിൻ്റെ കച്ചവടക്കാരനാണ് എന്നൊക്കെ നമ്മൾ ധരിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല. ഓക്കെ, എല്ലാവർക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഒരു നമ്മുടെ അലമാരിയിലിരിക്കുന്ന ഗുളിക പോലെ തന്നെ എല്ലാവർക്കും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. പക്ഷേ അത് എല്ലാ രോഗവും എല്ലാ സന്ദർഭങ്ങളും നമുക്ക് ആ എക്സ്പയറി ഡേറ്റിനെ കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നില്ല. പക്ഷെ ചില രോഗങ്ങൾ, ചില സന്ദർഭങ്ങൾ നമ്മൾ ഈ തീർന്നു പോകേണ്ടവരാണ്, നമ്മൾ മർത്യരാണ്. ഈ 70-75 കിലോ മാംസം എന്ന് പറയുന്നത് ധൂളിയായി പോകേണ്ടതാണ്, പുഴുവായി അഴുകിത്തീരേണ്ടവരാണ്, അല്ലെ പുഴു പിടിച്ച് പോകേണ്ടതാണ്, അല്ലെ മണ്ണിലേക്ക് ലയിക്കേണ്ടതാണ്. അതിന് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ വെച്ചു പുലർത്തുന്ന ഈഗോയ്ക്കൊന്നും വലിയ അർത്ഥമില്ല. മനുഷ്യൻ്റെതായിട്ടുള്ള പലതരത്തിലുള്ള ആടയാഭരണങ്ങളുണ്ട്. പദവിയുടെ പേരിലുള്ള, സമ്പത്തിൻ്റെ പേരിലുള്ള, ജാതിയുടെ പേരിലുള്ള, വർണ്ണത്തിൻ്റെ പേരിലുള്ള, ഉദ്യോഗത്തിൻ്റെ പേരിലുള്ള, ധനധാന്യതയുടെ പേരിലുള്ള ഒരുപാട് തരത്തിലുള്ള ആടയാഭരണങ്ങളും ഭൂഷകളും കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ. ഈഗോ ഉണ്ട്. അതൊന്നും വലിയ കാര്യമില്ല. ഒരു ചെറിയ വൈറസിനോ ഒരു ചെറിയ ക്യാൻസർ കോശത്തിനോ നശിപ്പിച്ചെടുക്കാവുന്ന തരത്തിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജീവിതം മാത്രമാണ് നമ്മുടേതെന്ന്, മണ്ണിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് നമ്മളെന്നുള്ള വലിയ ജ്ഞാനം, ആത്മജ്ഞാനം നമ്മളെ കൊണ്ടുവരുന്ന ഒരു രോഗം കൂടിയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സാധാരണ മനുഷ്യരെ പോലെയല്ല, സാധാരണ നമ്മൾ മനുഷ്യരുടെ ജീവിത വീക്ഷണമല്ല. കാരണം നമുക്ക് അറിയാം, നമുക്കിപ്പോൾ ഒരു രോഗം എന്തായാലും നമ്മളതിനെ കാര്യമായിട്ട് പരിഗണിക്കുകയില്ല, അത് വലിയ പ്രശ്നമല്ല. പക്ഷേ ക്യാൻസറുകൾ, ചില ക്യാൻസറുകൾ, എല്ലാം ഒന്നും പറയുന്നില്ല, മാരകമായൊരു രോഗമാണ് തന്നെ ബാധിച്ചിരിക്കുന്നതെന്നും തൻ്റെ ജീവിതം എണ്ണപ്പെട്ടിരിക്കുന്നുവെന്നും മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിലൂടെയുള്ള നൂൽപ്പാലത്തിലൂടെയാണ് എൻ്റെ യാത്രയെന്നും ഒരു മനുഷ്യന് ബോധ്യമാകുമ്പോൾ അവരുടെ ജീവിതം രൂപാന്തരത്വത്തിന് വിധേയമാവുകയാണ്. മാറ്റം വരുന്നു. ജീവിതത്തിൽ ഒരുപാട് അതുവരെ ഉണ്ടായിരുന്ന സങ്കല്പങ്ങൾ മാറുന്നു, വീക്ഷണം മാറുന്നു, ചുറ്റുപാടുമുള്ളവരോടുള്ള പ്രതികരണം മാറുന്നു, പെരുമാറ്റം മാറുന്നു, ജീവിതത്തെ കാണുന്ന, സമൂഹത്തെ കാണുന്ന, ഭൂമിയെ കാണുന്ന കാഴ്ചപ്പാടിന് മാറ്റം ഉണ്ടാകും. അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അവരിലുണ്ടാകുന്ന മാറ്റം നമ്മളെയും വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഈ ക്യാൻസർ സെൻ്ററിലെ ജീവിതം കൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം. ജീവിതത്തിൻ്റെ മറ്റൊരു തലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ജീവിതത്തിൻ്റെ ഇരുണ്ട തലം മാത്രം പരിചയിച്ചിട്ടുള്ള നമുക്ക് വളരെ പ്രകാശമാനമായ ഒരു തലമുണ്ട് ജീവിതത്തിൽ നിന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അത്ഭുതകരമായ നിമിഷങ്ങൾക്ക് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയും. ഒരുപാട് കഥകളുണ്ട്. ഞാൻ ആ കഥകൾ ക്രമേണ പറയാം. ഒരുപാട് ഈ പറഞ്ഞ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നെ, അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് ഒന്നുകൂടി ചിന്തിക്കാൻ വേണ്ടി, ഇങ്ങനെയൊക്കെ ഉണ്ടോ ജീവിതം എന്നുകൂടി മനസ്സിലാക്കാൻ ആ കഥകൾ ചിലതൊക്കെ ഞാൻ പറയാം.
അത് ഈ കഥയെന്ന് പറയുന്ന കഥയല്ല, സംഭവങ്ങൾ തന്നെയാണ്. പക്ഷെ അതിലെ പേരുകൾ മാറ്റും. കാരണം അവരുടെ ഐഡന്റിറ്റിയെ സംബന്ധിച്ച് നമുക്ക് ഒരു കൺസേൺ ഉള്ളതുകൊണ്ട് പേരുകളൊന്നും പറയുന്നില്ല. പക്ഷെ ആ വസ്തുതകൾ പറയുന്നു. ആ സംഭവങ്ങൾ, കഥകൾ എന്ന് പറയുന്ന സംഭവങ്ങൾ തന്നെയാണ്. അതുമൂലം അങ്ങനെയൊക്കെയാണ് ജീവിതമെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനുള്ള അവസരമായിട്ട് നമുക്ക് അതിനെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ അത്തരം കഥകൾ കൂടുതൽ പറയാമെന്നാണ് ഞാൻ കരുതുന്നത്.